പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു തമാശക്കഥ കേൾക്കൂ. ത്രികോണ പോരാട്ടം. അറിഞ്ഞോ, നമ്മുടെ സദാനന്ദൻ ചേട്ടൻ ഇത്തവണ കോലാഹല മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അലങ്കോല സമിതിയുടെ പ്രവർത്തകർ ആശ്ചര്യത്തോടെ പറഞ്ഞു. ഇന്നലെ വരെ നമ്മുടെ കൂടെ നടന്ന സദാനന്ദനോ? മുതിർന്നവർക്ക് ആശ്ചര്യം. നാളുകളായുള്ള മുന്നൊരുക്കത്തിലായിരുന്നു സദാനന്ദൻ. നിരവധി മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു. വോട്ട് ചോദിച്ച് വീടുകൾ കയറിയിറങ്ങി. അപ്പോൾ ചങ്ങാതി സീറ്റ് ഉറപ്പിച്ചു. പക്ഷെ ലിസ്റ്റ് വന്നപ്പോൾ പേരില്ല. പകരം ആരാണ് വന്നത്? ഇന്നലെ വരെ കോടങ്കി മുന്നണിയിലെ നേതാവായിരുന്ന മാത്തുക്കുട്ടി. സദാനന്ദൻ ഞെട്ടലോടെ ചോദിച്ചു, നേതാവേ, എന്താണിത്? എനിക്ക് സീറ്റില്ലേ? നേതാവ് പറഞ്ഞു, ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണം. അവനെ വോട്ട് ബേസുണ്ട്, ജാതിമത ഘടകങ്ങളും അനുകൂലം. അടുത്ത ദിവസം നേരെ സദാനന്ദൻ കോലാഹല മുന്നണിയുടെ ഓഫീസിലെത്തി. അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ആശയങ്ങൾക്ക് അനുകൂലമായിരുന്നു. നേതാക്കൾ ചിരിച്ചു. സീറ്റ് വേണോ? അതെന്ത് ചോദ്യ? സീറ്റ് വേണം. കോടങ്കി മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ കണ്ട് വയോധികൻ ചോദിച്ചു, മോനെ, നിന്റെ ആശയം എവിടെ പോയി? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആശയം മാറിയില്ല, പാർട്ടി അപ്ഡേറ്റ് ആയതാണ്. ഇപ്പോൾ ശരിക്ക് ത്രികോണം തന്നെ. കാരണം 3 മുന്നണി സ്ഥാനാർത്ഥികളും എതിർ പാർട്ടികളിൽ നിന്നും മാറി വന്നവരാണ്. ഇവരിൽ ആര് ജയിക്കുമെന്ന് കണ്ടറിയണം. തൊട്ടടുത്ത് നിന്ന മറ്റൊരാൾ പറഞ്ഞു. ഇത്രയും നാൾ കൂടെ പ്രവർത്തിച്ചവനെ നോക്കി പഴയ പാർട്ടിയിലെ ആളുകൾ അലറി. വർഗവഞ്ചകൻ, വഞ്ചകൻ, വഞ്ചകൻ, വർഗവഞ്ചകൻ. പുതിയ പാർട്ടിയിലെ ആളുകളോ, സ്വാഗതം, സ്വാഗതം, നമ്മുടെ വീരൻ, വീരൻ, ധീരൻ, രണധീരൻ. വോട്ടർമാർ തമ്മിൽ സംസാരിച്ചു. കുപ്പായം മാറുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇവനൊക്കെ പാർട്ടി മാറും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറും. എങ്ങനെ ഇവനെയൊക്കെ വിശ്വസിക്കും? 3 മുന്നണി സ്ഥാനാർത്ഥികളും വീട് കയറി നടന്നു. പൊതുയോഗങ്ങൾ നടത്തി. റാലിയും ജാഥയും എല്ലാം സംഘടിപ്പിച്ചു. ചാനൽ ചർച്ചകൾ, പോസ്റ്ററുകൾ, നോട്ടീസുകൾ എന്നു വേണ്ട. പക്ഷെ ഫലം വന്നു. സ്വതന്ത്രനായി മത്സരിച്ച ഒരു സാധു യുവാവ് 3 പേരെയും ഞെട്ടിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. പൊതുജനത്തിന് വിവരം വെച്ചു അല്ലേ? ബാർബർ ഷോപ്പിലിരുന്ന് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന യുവാക്കളിൽ ഒരാൾ ചോദിച്ചു. എങ്കിൽ കൊള്ളാം, പക്ഷേ ഇനി ഈ പയ്യന് പിന്നാലെയായിരിക്കും 3 മുന്നണികളും. പറഞ്ഞു തീർന്നില്ല. വില കൂടിയ വിദേശ നിർമ്മിത വാഹനം വളവ് തിരിഞ്ഞ് പുതിയ MLAയെ ലക്ഷ്യമാക്കി പായുന്നത് കണ്ടു. കണ്ടിരുന്നവർ ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. പക്ഷേ മറ്റ് ചില വാഹനങ്ങൾ കൂടി പിന്നാലെ വരുന്നത് അവർ കണ്ടില്ല.